അപ്പം നമുക്ക് ആദ്യം എന്താണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് നോക്കാം. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ന്യൂ ഏരിയ ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ് ആണ്. അത് നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരും. നമ്മളുടെ നോഷൻ റിഗാർഡിങ് ടെക്സ്റ്റിനെ കുറിച്ചും മീനിങ്ങിനെ കുറിച്ചും കൾച്ചേഴ്സിനെ കുറിച്ചും സൊസൈറ്റീനെ കുറിച്ചിട്ടും ഒക്കെ ഒരു പുതിയൊരു പേഴ്സ്പെക്റ്റീവ്, നമ്മളുടെ നോഷൻ തന്നെ ഒരു മാറ്റുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് റിസർച്ചാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. നമുക്ക് സിലബസിൽ ഫസ്റ്റ് ഇതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ റൈസ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇതിലുള്ളതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ റൈസ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. എന്തുകൊണ്ട് കൾച്ചറൽ സ്റ്റഡീസ് റൈസ് ചെയ്ത് വന്നു അല്ലെങ്കിൽ എമേർജ് ആയി വന്നു, അതാണ് ഇവിടെ പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. എന്തിനെ കൺസേൺ ചെയ്യുന്നത്? റോൾ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺസേൺ ചെയ്യുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ സൊസൈറ്റീനെ അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നത്. കൾച്ചറൽ സ്റ്റഡീസ് എമേർജ് ചെയ്യുന്ന ബ്രിട്ടനിലാണ് 1950s. ഓക്കെ, പിന്നീട് അത് ഇൻ്റർനാഷണലി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US-ലും ഓസ്ട്രേലിയയിലും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒറിജിനലി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ്, CCCS എന്ന് പറയുന്ന സാധനം. ഇതാണ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബിർമിംഗ്ഹാം. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1964. പിന്നെ ഇത് പൂട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ, അതെന്തിനാന്ന് അറിഞ്ഞൂടാ. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സാണ് റിച്ചാർഡ് ഹൊഗാർഡ്, സ്റ്റുവർട്ട് ഹോളും റേമണ്ട് വില്യംസും. റേമണ്ട് വില്യംസിൻ്റെ നമുക്ക് പഠിക്കാനുണ്ട്, സ്റ്റുവർട്ട് ഹോളിൻ്റെ നമുക്ക് പഠിക്കാനുണ്ട്, റിച്ചാർഡ് ഹൊഗാർഡിൻ്റെ നമുക്കൊന്നും പഠിക്കാനില്ല. ഓക്കെ, പിന്നെ കൾച്ചറൽ സ്റ്റഡീസ് പിന്നീട് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡ് ആവുന്നു. ആൻഡ് ഇറ്റ് ഹാസ് സിൻസ് ഹാഡ് ബ്രോഡ് ഇൻഫ്ലുവൻസ് ഇൻ സോഷ്യോളജി. അത് മുതൽ സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും ഹിസ്റ്റോറിയോഗ്രഫിയിലും ലിറ്റററി ക്രിറ്റിസിസത്തിലും ഫിലോസഫിയിലും ആർട്ട് ക്രിറ്റിസിസത്തിലും ഒക്കെ ഇതിൻ്റെ പങ്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നു, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു പാർട്ടാവുന്നു. അതിനുശേഷം അതിൻ്റെ ഇൻഫ്ലുവൻസ് സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും ഹിസ്റ്റോറിയോഗ്രഫിയിലും ലിറ്റററി ക്രിറ്റിസിസത്തിലും ഫിലോസഫിയിലും ആർട്ട് ക്രിറ്റിസിസത്തിലൊക്കെ ഇതിൻ്റെ പങ്ക് വഹിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് മെയിൻലി ഗ്രൂപ്പ് ചെയ്തിരുന്നത്, ലൈക്ക് ഫോക്കസ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു? റേസ്, എത്നിസിറ്റി. ഓക്കെ, ഇത് നമുക്കുള്ളൊരു എസ്സേ ആണ്, ടോബി മില്ലറിൻ്റെ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഇസ്ൻ്റ്, ഇൻട്രൊഡ്യൂസിങ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സാധനം. ഇതിന് ആക്ച്വലി എടുത്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് അയാളുടെ ബുക്കിൽ നിന്ന്, കമ്പാനിയൻ ടു കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ടോബി മില്ലറിനെ കുറിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ടോബി മില്ലറെ നോക്കാം. ടോബി മില്ലർ എന്ന് പറയുന്നത് ഇയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് കേട്ടോ. ഒരു ബ്രിട്ടീഷ് ഓർ ഓസ്ട്രേലിയൻ അമേരിക്കൻ ഇൻ്റർ ഡിസിപ്ലിനറി സോഷ്യൽ സയൻറ്റിസ്റ്റ് ആണ്, and who has contributed to the field of cultural studies and media studies. മീഡിയ സ്റ്റഡീസിനും കൾച്ചറൽ സ്റ്റഡീസിനും ഇഷ്ടംപോലെ സംഭാവന കൊടുത്തിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ടോബി മില്ലർ. ആൻഡ് ഓൾസോ അയാൾ സെവറൽ ബുക്സിൻ്റെ ഓതേഴ്സാണ്, ന്യൂമറസ് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, ഒരു ഗ്രേറ്റ് കമൻറ്റർ ആണ്, ടെലിവിഷനും റേഡിയോ പ്രോഗ്രാംസിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് കേട്ടോ. ആൻഡ് ഹി വാസ് ദ ചെയർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, റിവേഴ്സൈഡ്. And it is most recently a professor at Okay, മില്ലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൾച്ചറൽ സ്റ്റഡീസിനെ ഡിഫൈൻ ചെയ്തിട്ടാണ്. ഇയാൾ കൾച്ചറൽ സ്റ്റഡീസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി അക്രോസ് ഡിസിപ്ലിൻ, അതായത് പല സ്റ്റഡീസിൻ്റെയും ഇടയ്ക്കുള്ള കുറേ ടെൻഡൻസീസ് ആണ് കൾച്ചറൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്, റാദർ ദാൻ എ ഡിസിപ്ലിൻ ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്കിതിനെ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറ്റുന്നതിന് പകരം he observes cultural studies as a tendency between various disciplines അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിൻസ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഇതിനൊരു ഡിഫറൻസിയേഷൻ, എന്താ പറയുക, ഇതിനെ അവർ ഡിഫൈൻ ചെയ്യാണ്ട് അവർ ഡിഫറൻസിയേഷൻ ആണ് കൊടുക്കുന്നത്. എങ്ങനെ ഒന്നിൽ നിന്ന് വ്യത്യസ്തം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇതിനുള്ളത്, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, റാദർ ദാൻ ഡിഫൈനിങ് വാട്ട് ഇസ് കൾച്ചറൽ സ്റ്റഡീസ്. ഇനി കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അത് എന്തിനെ കൺസേൺ ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് കൺസേൺഡ് അബൌട്ട് സബ്ജക്റ്റിവിറ്റി ആൻഡ് പവർ. സബ്ജക്റ്റിവിറ്റിയിലും പവറിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആൻഡ് ഹ്യൂമൻ സബ്ജക്റ്റ് എങ്ങനെയാണ്, ആൻഡ് ഹൗ ഹ്യൂമൻ സബ്ജക്ട്സ് ആർ ഫോംഡ് ആൻഡ് ഹൗ ദേ എക്സ്പീരിയൻസ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ സ്പേസ്. ഹ്യൂമൻ സബ്ജക്റ്റ് ഇൻ ദ സെൻസ് എന്താണ് നോക്കാം.
ഹ്യൂമൻ സബ്ജക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസിനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, ഒരു റിസർച്ച് മെറ്റീരിയലായിട്ട് ഹ്യൂമൻസിനെ ഉപയോഗിച്ച് നോക്കുക. അതിനെ ആ ഒരു സ്റ്റഡീസിനെയാണ് നമ്മൾ ഹ്യൂമൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ സാധനം. ഓക്കെ. ആൻഡ് ഹൗ ഹ്യൂമൻ സബ്ജക്ട്സ് ആർ ഫോംഡ് ആൻഡ് ഹൗ ദേ എക്സ്പീരിയൻസ് കൾച്ചർ ആൻഡ് സോഷ്യൽ സ്പേസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഹൗ ഹ്യൂമൻ ബീങ്സ് എക്സ്പീരിയൻസ് ദിയർ കൾച്ചർ ആൻഡ് സോഷ്യൽ സ്പേസ് എന്നാണെങ്കിൽ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു എന്തിൽ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിൽ എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, സോഷ്യോളജി, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, ലോ, സയൻസ്, ടെക്നോളജിക്കൽ സ്റ്റഡീസ്, ആന്ത്രോപോളജി, ഹിസ്റ്ററി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇതിൽ ഏതിലാണ് പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ഫോക്കസ് ഇറ്റ് ഈസ് ഗിവൺ ഓൺ ജെൻഡർ, ക്ലാസ്, റേസ് ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ എവറി ഡേ ലൈഫ് ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഒരു പ്രോഗ്രസീവ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നും പറയുന്നു. ഇനി കൾച്ചറൽ സ്റ്റഡീസ് റാദർ ദാൻ ഫോക്കസിംഗ് ഓൺ കനോണിക്കൽ വർക്ക്സ് ഓഫ് ആർട്ട്, ഗവൺമെന്റൽ ഹിസ്റ്ററി ഓർ ക്വാളിറ്റേറ്റീവ് സോഷ്യൽ ഡേറ്റ, കൾച്ചറൽ സ്റ്റഡീസ് ഡിവോട്ട്സ് ടൈം ടു സബ് കൾച്ചർ, പോപ്പുലർ മീഡിയ, മ്യൂസിക്, ക്ലോത്തിങ് ആൻഡ് സ്പോർട്ട്. അത് കനോണിക്കൽ വർക്ക്സിനെ ഒക്കെ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചിട്ട് സാധാരണ ഓർഡിനറി ആൾക്കാരുടെ സബ് കൾച്ചർ, അത് നമ്മൾ നേരത്തെ മറ്റേ ട്രഡീഷണൽ ഗ്രാമറൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഈ ലാറ്റിനെ ഇതിനെയൊക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? ഇവർ ഈ കനോണിക്കൽ വർക്ക്സിനെയൊക്കെ അങ്ങോട്ട് മാർജിനലൈസ് ചെയ്തിട്ട് ദേ ഗേവ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ദേ ഡിവോട്ടഡ് ദെയർ ടൈം ടു സബ് കൾച്ചേഴ്സ്. സബ് കൾച്ചർ എന്താ നമ്മൾ ഇനി പറയും. പോപ്പുലർ മീഡിയ, മ്യൂസിക്, ക്ലോത്തിങ് ആൻഡ് സ്പോർട്സിനൊക്കെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ബൈ ലുക്കിംഗ് അറ്റ് ഹൗ കൾച്ചർ ഇസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം ദ ഓർഡിനറി ആൻഡ് മാർജിനലൈസ് സോഷ്യൽ ഗ്രൂപ്പ്. എങ്ങനെയാണ് കൾച്ചർ ഉപയോഗിച്ച് ഓർഡിനറിയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് മാറുന്നത് എന്ന് ഇവർ പഠിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ. ഇനി കൾച്ചറൽ സ്റ്റഡീസ് പീപ്പിളിനെ ചുമ്മാ ഒരു കൺസ്യൂമേഴ്സ് ആയിട്ട് മാത്രമല്ല കാണുന്നത്. ഓക്കെ. എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഓക്കെ അതിനെ ഒരു കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കാണുന്ന ആൾക്കാരല്ല പീപ്പിൾ. ഇങ്ങനെയാണ് അവർ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ അവരെങ്ങനെയാണ് പീപ്പിളിനെ അനലൈസ് ചെയ്യുന്നത്? ദേ ആർ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ന്യൂ സോഷ്യൽ വാല്യൂ ആൻഡ് കൾച്ചറൽ ലാംഗ്വേജ്. ഒരു പുതിയൊരു സോഷ്യൽ വാല്യൂവും കൾച്ചറൽ ലാംഗ്വേജും കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് അവർ പീപ്പിളിനെ കാണുന്നത്. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ the political significance of popular cultural practices is perhaps best exemplified in subcultures. സബ്കൾച്ചേഴ്സിലാണ് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് കാണാൻ പറ്റുന്നത്. എന്താണ് സബ് കൾച്ചർ എന്ന് ഇനി നോക്കാം. ഓക്കെ. ഇതാണ് നമ്മളുടെ സബ് കൾച്ചർ. സബ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ ആ കൾച്ചറിൽ, അതായത് ഒരു കൾച്ചറിൽ തന്നെ ഉള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആ കൾച്ചറിൽ നിന്ന് മാറി ചിന്തിക്കും. പക്ഷേ അവർ കൾച്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ആ കൾച്ചർ പറയുന്ന എല്ലാ നോംസും എല്ലാ റൂൾസിലും ഒന്നും നമുക്ക് ഇവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇവർ കുറച്ച് ആൾക്കാർ മാറിയിട്ട് ഇവരുടേതായിട്ടുള്ള റോൾസും നോംസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു വേർതിരിഞ്ഞ് നിൽക്കും. ഇതിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. സബ് കൾച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ മറ്റേ ഹിപ്പീസിൻ്റെ കാര്യം പറയും അല്ലേ? അവരൊക്കെ എങ്ങനെയാണ്? അവരുടെയൊക്കെ ഒരു ഇതാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. നമുക്കിത് തന്നെ വായിച്ച് നോക്കാം. സബ് കൾച്ചർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ എ കൾച്ചർ ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം ദ പാരന്റ് കൾച്ചർ ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ഫ്രോം ഓഫൻ മെയിൻറ്റെയിനിങ് സം ഓഫ് ഇറ്റ്സ് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എല്ലാത്തിനും അങ്ങ് റിജക്ട് ചെയ്യുന്നില്ല, ഒരു കുറച്ച് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. സബ് കൾച്ചേഴ്സ് ഡെവലപ്പ് ദെയർ ഓൺ നോംസ് ആൻഡ് വാല്യൂസ് റിഗാർഡിംഗ് കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് സെക്ഷൽ മാറ്റേഴ്സ്. സബ് കൾച്ചേഴ്സ് ആർ എ പാർട്ട് ഓഫ് സൊസൈറ്റി വൈൽ കീപ്പിംഗ് ദെയർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻടാക്ട്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ബൈക്കേഴ്സ്, ഹിപ്പ് ഹോപ്പേഴ്സ്, മെറ്റൽ ഹെഡ്സ്, പിന്നെ ഇതിൽ വേറെ കുറച്ചുകൂടെ നമ്മളുടെ ഇതിൽ പറയുന്നുണ്ട് പങ്ക്സ്, സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെ ഈ സബ് കൾച്ചർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ. നമുക്ക് ഇനി ടെക്സ്റ്റിലെ സബ് കൾച്ചർ നോക്കാം. സബ് കൾച്ചർ സിഗ്നിഫൈ എ സ്പേസ് വിത്തിൻ എ കൾച്ചർ സൈമിൾട്ടേനിയസ്ലി ഒപ്പോസ്ഡ് ടു ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ആൻഡ് ഇൻഫോമിംഗ് ഒഫീഷ്യൽ, ഡോമിനൻറ്റ്, ഗവൺമെൻറ്റൽ, കൊമേഴ്ഷ്യൽ, ബ്യൂറോക്രാറ്റിക്കൽ, ഓർഗനൈസ്ഡ് ഫോം ഓഫ് ലൈഫ്. അതായത് സബ് കൾച്ചർ എന്ന് പറയുന്നത് ടു സിഗ്നിഫൈ എ സ്പേസ് വിത്തിൻ എ കൾച്ചർ, ഒരു കൾച്ചറിൽ തന്നെ കാണിക്കുന്ന ഒരു സ്പേസ് ആണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അത് സൈമിൾട്ടേനിയസ്ലി ഒപ്പോസും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ആ ഒരു കൾച്ചറിൻ്റെ ഡെറിവേറ്റീവ് ആണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഇൻഫോമിങ് ഡോമിനൻറ്റ്, ഒഫീഷ്യൽ, ഗവൺമെൻറ്റൽ, ഓർഗനൈസ്ഡ് ഫോം ഓഫ് ലൈഫിനെയാണ് അവർ കാണിക്കുന്നത്. ഒന്നുമില്ല, അവർ അവരുടേതായിട്ടുള്ള റൂൾസും നോംസും ആണ് ഫോളോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇനി
ഇവരിൽ നമുക്ക് എന്തോന്ന് കാണാൻ പറ്റുന്നതെന്നറിയോ? ദിസ് ഇസ് എ ഷിഫ്റ്റ് അവേ ഫ്രം ദ കൾച്ചർ ആസ് എ ടൂൾ ഓഫ് ഡോമിനേഷൻ ആൻഡ് ടുവേർഡ്സ് കൾച്ചർ ആസ് എ ടൂൾ ഓഫ് എംപവർമെൻറ്റ്. സോ എങ്ങനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്? അത് ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ സബ്സേർവിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ഈ അതിന് എതിരെയായിട്ട്, അതായത് ഇവരെ ഒന്ന് ഒരുമാതിരി കാണുമായിരിക്കും, ഡീലൈൻ ചെയ്യുമായിരിക്കും. അപ്പം അതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ ആ ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായിട്ട് വേണമെങ്കിൽ നമുക്ക് സബ് കൾച്ചറിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, there is a shift from culture as a tool of domination and towards culture as a tool of empowerment. This move wants to find out how the socially disadvantaged use culture to contest their subservient position. For example, British research into Tory boys, mocks, bikers, etc.